ഹായ് ഗൈസ്, നമ്മളങ്ങനെ ഓർഡർ ഓടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ 2 ഫോണിലോട്ടായി കഴിക്കായിരിക്കും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലോഗിങ് പോലുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. ഓർഡർ ഓണാക്കിയിട്ട് ഓർഡർ ഇതുവരെ അഞ്ചിട്ട് കുറേ ദിവസമായി പാടായി. എന്തായിരുന്നാലും നമുക്ക് ആദ്യത്തെ ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിൽ എപ്പിസോഡൊന്നും പറയണ്ട, ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എല്ലാവരും പലതരത്തിൽ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്തായിരുന്നാലും നാടിക്ക് നാട്ടുകാരെ നിങ്ങളെ കൂടെ വെറുപ്പിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ സാമൂഹിക സ്ഥിതികൾ ഇതൊന്നും പണി പൂർത്തിയാവൂലേ. 24 മണിക്കൂർ ഇതിങ്ങനെ തന്നെ കാണാൻ തന്നെ വിധി. എത്ര കൊല്ലമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. വിചാരിച്ച ചെയ്യാം, പക്ഷെ ചെയ്യൂല, അതാണ്. ഇത് നമ്മുടെ സ്വന്തം അവഞ്ചർ ബൈക്ക്. ഓക്കെ, ഇതിലാണ് ഞാൻ പോർട്ട് ഓടുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിലും സംഭവം സെറ്റായി. പിന്നെ ഇത് ചാരിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, പക്ഷേ ഇപ്പൊ ഉപയോഗിക്കുന്നത് സാധനങ്ങൾ തൂക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ തകരപ്പറമ്പിൽ എത്തിയിരിക്കുന്നു. തകരപ്പറമ്പില് ഓർഡർ എടുത്തൊന്ന് നിന്നൊരു സംഭവം കാണണം. ഓണം ശരിക്കും കൊടിയേറി മക്കളെ. എന്തടിച്ചിട്ടാണ് നിൽക്കണമെന്ന് അറിയാൻ പറ്റും, പക്ഷെ തകരപ്പറമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്. മതി. അപ്പോൾ ഇനിയും നമ്മൾ ഇതും കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്കിപ്പോൾ മാമൻ ഡാൻസ് തുടരട്ടെ. എന്തായിരുന്നാലും മാമന് ഒരു ഭാവിയൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മാമൻ ഡാൻസ് തുടരട്ടെ, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവറിയിലോട്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കണം. ഒരു 1-2 പ്രോഡക്റ്റ് കൊണ്ടൊന്ന് കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് പെട്രോളൊക്കെ ഒപ്പിക്കണം. എന്നാലും അങ്ങോട്ടുള്ള പോക്ക് വരവിന് വേണ്ടിയിട്ട്. കാരണം ഇലക്ട്രിക് വണ്ടി എടുത്ത് വീട്ടിൽ വെച്ച് 2 ദിവസം പെട്രോൾ വണ്ടി ഓടാം. ഇരുന്നിരുന്നത് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ തന്നെ 10-12 രൂപ ചെറുതായി. ഈ ചിലവാക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി ഓടണം. ഓക്കെ, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം. ഈ ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ഫെസിലിറ്റി ഇപ്പം എൻ്റെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഓരോ സ്ഥലത്ത് നിർത്തി വരപ്പിക്കാം. ഓക്കെ, ബൈ. ആ ഓർഡർ കൊണ്ട് മുട്ടട കൊടുത്തു. 4-5 മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരത്തിൽ ഈ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലിക്ക് നമ്മൾ വേറെ പോകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്. പിന്നെ തീരെ വേറെ വർക്കൊന്നും ഇല്ലാതെ ഗതികേട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ആസ്പർദ്ധ ഗതികേട് ഞാൻ മീൻ കഴിക്കാത്ത ആളാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പക്ഷേ എനിക്കിപ്പോൾ കൊണ്ടുകൊടുക്കേണ്ടി വന്നത് ഇത് ഓൺലൈൻ പ്രൊമോഷൻ ഒന്നുമല്ല. ഇത് നമ്മുടെ 4-5 ഇവിടെ എല്ലാ തരത്തിലുള്ള മീനുകളും സാധനങ്ങളും ഒക്കെ കിട്ടും. ഞാൻ മീനധികം ഉപയോഗിക്കില്ല, പക്ഷേ ഞാനത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ആ ചേട്ടൻ വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും കസ്റ്റമർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഓരോ വളവെത്തുമ്പോഴും എന്താ വണ്ടി ഓഫ് ചെയ്ത് നോക്കേണ്ട അവസ്ഥയാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടുത്ത വെയില്. കയ്യിലൊക്കെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല ഇറങ്ങരുത്. ടാനൊക്കെ അടിച്ച് പണ്ടറടങ്ങി. ഇവിടെ വേണമെങ്കിൽ ടാനിൻ്റെ ഒരു ആഡൊക്കെ ഇടാം. നിങ്ങളൊക്കെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്യം കിട്ടും. ഇപ്പൊ നമ്മൾ പോവാനുള്ള റൂട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടി വരും. മനസ്സിലായിട്ട് ഈ റൂട്ട് നോക്കാൻ കാണാൻ പറ്റും. ഇനിയിപ്പോ എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. എന്തായാലും ഈ റൂട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മളെ കയ്യിൽ വേണം. പക്ഷെ കയ്യിൽ വെച്ചോണ്ട് ഫോണ് വെച്ചോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, പാടാണ്. അതിനൊരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പൗച്ച് പൊട്ടി. സോ ഈ പൗച്ചിൽ ചെയ്യാം. ഇപ്പൊ എന്തായാലും കാണിക്കൂല. ഇതിന്റെ ബാലൻസ് ഇനിയിപ്പൊ നാളെ ഓടും.
ഇന്നിനിപ്പോൾ ഇങ്ങനെ പോട്ട്, കാരണം എനിക്ക് കുറച്ച് പെട്രോൾ എക്സ്പെൻസ് മതി, ഞാനത് ഒപ്പിച്ചിട്ട് പോകും. അടുത്ത സെറ്റപ്പിൽ, അതായത് അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഈ സാധനം എൻ്റെ കയ്യിൽ ഒരു വാച്ച് പോലും. ഓക്കെ, അങ്ങനെ ആ ഓർഡർ വല്ലതും കംപ്ലീറ്റ് ആക്കി അങ്ങനെ കൈയെടുത്തതേ ഉള്ളൂ. അടുത്ത ഓർഡർ അടിച്ചു. ഓർഡറില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ എനിക്കിവിടെ അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓർഡറിൻ്റെ പൂരോ, ഭയങ്കര ഓർഡറാണ്. ഓടാൻ മടി, സത്യം പണിയെടുക്കാൻ മടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടുത്ത സ്ഥലം ചെറുവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. പഞ്ചായത്ത് റോഡാണ്. ശരി, ഇങ്ങനെയൊക്കെ ഇട്ടേക്കും. നമുക്ക് പക്ഷെ എന്ത് ചെയ്യാം, പോയത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. ഇതിൽ കാര്യമൊന്നും ഉപയോഗിക്കും. വണ്ടി നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട്, ബൈക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള സാധനം ആയതുകൊണ്ട് പറ്റും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും ഒന്ന് കാര്യം ചിന്തിക്കും. ഇവിടെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് റോഡ് പണിയൊക്കെ വിളിച്ചു. ഇതുപോലുള്ള ഉൾപ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു റോഡ് പണി ചെയ്യാറില്ല. റോഡ് പണി ചെയ്യാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാറില്ല. ഇതൊക്കെ ഇങ്ങനെ കിടക്കും വർഷങ്ങളോളം. പണ്ട് ഞാൻ ഓടുന്ന സമയം തൊട്ടേ ഇങ്ങനെയുണ്ട്. ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓടാൻ തുടങ്ങിയിട്ട് വർഷം ഏതാണ്ട് 8 ആവാറ്. ഇത് ഈ കല്ലും മണ്ണും ഒക്കെ കുത്തി കയറിയിട്ട് ഇതിന്റെ ടയർ പോയിരുന്നാലും അതും സർക്കാരിന് കാശാണല്ലോ. പൊതുവെ എല്ലാം സർക്കാരിന് കാശാണ്. ഇനി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ചില സ്ഥലങ്ങൾ നിങ്ങൾ ലൊക്കേഷനെ കൊടുക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വന്ന് കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. ലൊക്കേഷൻ എപ്പോഴും കറക്റ്റായിട്ട് പറയുന്നു. പക്ഷെ ആ റോഡിന്റെ ഒരു അവസ്ഥ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ജീവിക്കുന്നതാണ്. ജനങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ വോട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളെ ജയിപ്പിച്ചു കൊടുക്കുന്നത്. അതിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ഈ വഴിക്ക് ഒരുത്തനും വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇടുക. കാരണം ഈ ഡെലിവറി ബോയ്സ് പൊതുവെ പാവങ്ങളാണ്. ഗതികേട് കൊണ്ട് ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലേ, ഒരു 300 രൂപ പെട്രോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഓടുന്നത്. എനിക്ക് എൻ്റെ വീട് വരെ പോകണം. ഓക്കെ, അപ്പോൾ അതുപോലെ ഗതികേട്ട അവസ്ഥയിലായിരിക്കും പലരും പറഞ്ഞത്. അപ്പോൾ അവരെ ഇട്ട് ഇങ്ങനെ മെനക്കെടുത്തിക്കരുത്. അവർക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്, പെട്ടെന്ന് തീർക്കാം എന്നൊക്കെ. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇടുക. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ എത്താറായി. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. രീതിയിരിക്കുമ്പോൾ അതാണ് എൻ്റെ പൊക്കുണ്ട്. നൈസല്ലേ? എന്തെങ്കിലും ഒരു ക്യാരിയർ അല്ലെങ്കിൽ ഒരു ബാഗ് ഇല്ലാതെ ഈ പരിപാടി. ബാക്കിൽ ഐറ്റം ഉണ്ട്, പക്ഷെ അത് തൂക്കിടാൻ ശരിയാവില്ല. കാരണം ഇത് സാധാരണ പ്ലാസ്റ്റിക് വള്ളിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മഴക്കോള് ചെറുതായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കും. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെയാണ്. മാപ്പ് നോക്കാൻ വേണ്ടി നോക്കിയാണ്. ഈ മാപ്പിനകത്ത് നമുക്ക് ഡയറക്ഷൻ പറയും. അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അടുത്ത ജംഗ്ഷനിൽ നിന്ന് 3ാമത്തെ എക്സിറ്റ്, 2ാമത്തെ എക്സിറ്റ്, 4ാമത്തെ എക്സിറ്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞത്, നമ്മൾ റോഡിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് ആദ്യം തിരിയുന്ന, സെക്കൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ്, തേർഡ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്. ഓക്കെ, അത് ചിന്തിച്ചോളൂ. എനിക്ക് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കാൻ കരുതി പറഞ്ഞു നോക്കൂ. അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാപ്പ് നോക്കാതെ തന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് പോകാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ സംഭവങ്ങളെല്ലാം വെച്ച് കൂട്ടി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് കിട്ടിയ എമൗണ്ട് ഇത്രയാണ്. അതുപോലെ ഇരിക്കുന്നതാണ്. ഞാൻ തന്നെ പറയാം, 320 രൂപ. 320 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞാൻ നേരെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും പോർട്ട് റോഡാണുള്ളത് കിട്ടും.
അത്രയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത ട്രാവലിൽ കാണാം.